നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണാൻ കാരണം ഞാനൊരു ക്യാമറയിൽ പകർത്തി യൂട്യൂബിൽ ഇട്ടതുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും പിന്നിൽ ഒരു കാരണമുണ്ട്. ഞാനുണ്ടാകാൻ കാരണം എന്റെ മാതാപിതാക്കളാണ്. അവരുണ്ടാകാൻ കാരണം അവരുടെ മാതാപിതാക്കളാണ്. അങ്ങനെ പിന്നോട്ട് പോയാൽ ആദിമ മനുഷ്യനിൽ എത്തി നിൽക്കും. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് കരുതി പുറകോട്ട് പോയാൽ ഒരേകകോശ ജീവിയിൽ എത്തി നിൽക്കും. വീണ്ടും പുറകോട്ട് പോയാൽ കെമിക്കൽ എവല്യൂഷനിലും ബിഗ് ബാങ് തിയറിയിലുമൊക്കെ എത്തി നിൽക്കും. മില്ലിമീറ്ററുകൾ മാത്രം വലിപ്പമുള്ള ഒരു പദാർത്ഥത്തിനുണ്ടായ വിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചമുണ്ടായതെന്ന് ബിഗ് ബാങ് തിയറി പറയുന്നു. ആ പദാർത്ഥം ഉണ്ടാകാൻ കാരണം ഹിഗ്സ് ബോസൺ അഥവാ ദൈവഗണമാണെന്ന് ശാസ്ത്രം പറയുന്നു. അതിന്റെ കാരണം എന്തെന്നത് ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ്. മാത്രമല്ല, ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം നടന്ന പദാർത്ഥത്തിന്റെ എൻട്രോപ്പി അഥവാ ക്രമമില്ലായ്മ വളരെ ചെറുതാണ്. അങ്ങനെയൊരു കാര്യം യാദൃച്ഛികമാകാനുള്ള സാധ്യത 10⁻113 ഭാഗങ്ങളിൽ ഒന്ന് മാത്രമാണെന്നാണ് പ്രശസ്ത ശാസ്ത്രജ്ഞനും സ്റ്റീഫൻ ഹോക്കിൻസിന്റെ സഹപ്രവർത്തകനുമായ റോജർ പെൻറോസ് തന്റെ റോഡ് ടു റിയാലിറ്റി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. 10⁻113 ശേഷം 121 ഇടുക എന്നതല്ല, അത് ഇന്നുള്ള ഒരു സാങ്കേതിക വിദ്യയ്ക്കും കാണിക്കാനാകാത്ത ഒരു സംഖ്യയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്നാൽ പോലും അത് വായിച്ചു തീർക്കാൻ സാധിക്കില്ല. കാരണങ്ങൾ തേടിയുള്ള യാത്രക്കിടയിൽ കാരണമില്ലാത്ത ഒരു കാരണമുണ്ടാകണ്ടേ? അല്ലെങ്കിൽ ഈ യാത്ര അനന്തമായി നീളുകയില്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നുമില്ലായ്മ മാത്രമല്ലേ ഉണ്ടാകുന്നുള്ളൂ. എല്ലാറ്റിനും പിന്നിലെ കാരണമില്ലാത്ത ആദികാരണമാണ് ദൈവം.